എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി രീതിയിലുള്ള ഒരു രസമാണ് കേട്ടോ. അപ്പോൾ 2-3 സൈസിലുള്ള രസമൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഷോർട്സ് ആയിട്ടും സാധാരണ വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ ഓണൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ കറികളുടെയും കൂടെയും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി രസം. അതായത് പരിപ്പാണ് ഇതിൽ കൂടുതൽ. പരിപ്പ് രസം, നമ്മൾ പരിപ്പ് രസം എന്ന് പറയും ആ പരിപ്പ്. അപ്പോൾ ഒരു വാട്ടി, ഇങ്ങനെയുള്ള ഒരു വാട്ടി ഉണ്ടല്ലോ, പരിപ്പ് എടുത്തിട്ട് ഞാൻ നന്നായി വേവിച്ച് എടുത്ത് വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്നായി വേവിക്കണം, ഉടച്ചെടുക്കണം, ഒട്ടും പരിപ്പിൻ്റെ ഇതുണ്ടാവാൻ പാടില്ല. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊരു പാത്രം. ഇനി കുറച്ച് പുളി, അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതാ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടതിന് എനിക്ക് 2 തക്കാളിയാണ് കേട്ടോ. ഇങ്ങനെ 2 തക്കാളി വേണം. പിന്നെ കുറച്ച് 2 സ്പൂണ്, അതായത് എൻ്റെ വലിയ സ്പൂണ് 2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 കുടം വെളുത്തുള്ളി നമ്മളിതിൽ ചേർക്കണം. അതാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇനി മുളക് പൊടിയോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കായപ്പൊടി വേണം. പിന്നെ ലാസ്റ്റ് വേണ്ടത് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂടുന്ന നമ്മുടെ മല്ലിയില കേട്ടോ. ഇതാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത്രയും ഐറ്റങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് കേട്ടോ. സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി രസം. ഈ പണ്ട് ബ്രാഹ്മിൻസൊക്കെ തയ്യാറാക്കി കഴിക്കുന്ന ഒരു രസമാണിത്. അപ്പോൾ അടിപൊളി രസമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഈ പരിപ്പിൻ്റെ ഇതുണ്ടല്ലോ, ഈ വെള്ളം ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പരിപ്പൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളം ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഇനി ലൂസാക്കി കൊടുക്കാം. കാരണം നല്ല ലൂസിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ പുളിവെള്ളം കുറച്ച് നന്നായിട്ട് പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഇവിടെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പുളി ചേർക്കുന്നതിനൊക്കെ മുമ്പ് ഈ പരിപ്പിൻ്റെ മണിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഉടയ്ക്കണം. പുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വേവില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പിലേക്ക് നമുക്കിനി പാകത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനി പുളി രസം എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. പക്ഷേ ഈ രസം ഉണ്ടല്ലോ നല്ല ലൂസായിട്ട് വേണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം. വെള്ളം അധികം കൂട്ടിയിട്ടില്ലെങ്കിലും വെള്ളം ചേർത്ത് നല്ല ലൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പരിപ്പുമായി പുളിവെള്ളമായി. ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ കാണിച്ചതില്ലേ കുരുമുളകും വെളുത്തുള്ളി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് ഇത് അരയ്ക്കേണ്ട, അതിങ്ങനെ തരിതരിയായിട്ട് തന്നെ വേണം. അത് ഈ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ രസത്തിന് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ തോലോട് കൂടി, അതായത് നന്നായി കഴുകിയെടുത്തിട്ട് അതിൻ്റെ തോലോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പൊടിച്ചെടുക്കുക, അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം. വേറെ നമ്മൾ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കില്ല. ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് ശരിക്കും ഈ കുരുമുളക് തന്നെ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് ചേർക്കണം, നന്നായിട്ട് കുരുമുളക് ചേർക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ വെള്ളം എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം നല്ല ലൂസല്ല, നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം പരിപ്പാണല്ലോ, അപ്പോൾ അത് കുറുകി വരും. അപ്പോൾ പരിപ്പിൻ്റെ വെള്ളത്തിൻ്റെ കൂടെ വെള്ളം നന്നായി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ലൂസായിട്ട് വേണം. ഇത് രസമായതുകൊണ്ട് തന്നെ കുറുകിയൊന്നല്ല ഇരിക്കേണ്ടത്. അപ്പോൾ അത് കാരണം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ ചേർക്കേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു 2 തക്കാളി, മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിക്കോട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. അത് തിളച്ച് വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തക്കാളി ഇങ്ങനെ മുകളിൽ തന്നെ കിടക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കട്ടെ. ഇനി വേണ്ടത് എന്താണെന്നറിയോ, കുറച്ച് കായപ്പൊടി ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക രസമാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ച് നല്ലോണം ഇതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തിളച്ച് വരട്ടെ. ഇപ്പോൾ രസം കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായി തിളച്ച് നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് വേറെ മുളക് പൊടിയോ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അത് സ്പെഷ്യൽ രസമാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിലെങ്ങനെയാ വെച്ചാൽ പരിപ്പിൻ്റെ ഒരു രുചി, അതുപോലെ തന്നെ പുളിരസം, തക്കാളിയുടെ ഒരു രസം, അങ്ങനെ എല്ലാം കൂടി ആകെ രസങ്ങളുടെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ നന്നായി തിളച്ച് പാകമായി കണ്ട് ഉപ്പൊക്കെ നോക്കി പാകമാണോ നോക്കി. എനിക്കിവിടെ ഉപ്പൊക്കെ പാകമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ നേരെയാക്കി വെച്ചിട്ടുള്ള മല്ലിയില അങ്ങോട്ട് മോള് കൂടെ വെതറി കൊടുക്കുക. ഇത് ചേർക്കണം, ഇത് മസ്റ്റാണ്. ഇതാണ് രസത്തിന് ടേസ്റ്റ് കൂട്ടുന്ന 2 സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കായപ്പൊടി,
പിന്നെ മല്ലിയില, പിന്നെ കുരുമുളക്, വെളുത്തുള്ളി അതൊക്കെ എന്തായാലും വേണം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൂടണം മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ മല്ലിയില. മല്ലിയില എന്തായാലും ചേർത്തിരിക്കണം. അത് ചേർക്കുക പറഞ്ഞാൽ നല്ലോണം തന്നെ ചേർക്കണം. ഇതിൽ നമ്മൾക്ക് ഒരു ഇതുമില്ല കേട്ടോ, ഇത് കാണിക്കാൻ പാടില്ല. അപ്പം നന്നായിട്ട് മല്ലിയിലയും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫാക്കാം. കാരണം നല്ലോണം തിളച്ച് നല്ല പുളിയൊക്കെ വെന്ത് നല്ല ടേസ്റ്റായിട്ട് കിടക്കുന്നുള്ള രസമാണ്. ഇതിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാണ് ഈ രസത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ വെറൈറ്റി രസം ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ സദ്യകളൊരു രസം എന്തായാലും വേണ്ട, ഒരുപാട് വിഭവങ്ങളൊക്കെ ചേർത്ത് ഭക്ഷണം കഴിക്കല്ലേ, അപ്പോൾ ഒരു രസം അത്യാവശ്യമാണ്. ഇത് പ്രത്യേകിച്ച് പരിപ്പ് വേവിക്കുക, കുറച്ച് നമ്മൾ സാമ്പാറിലേക്ക് പരിപ്പ് വേവിക്കുമ്പോൾ ഒരു പിടി പരിപ്പ് അങ്ങോട്ട് വേവിച്ചത് മാറ്റി വെച്ചിട്ട് തയ്യാറാക്കിയാൽ മതി, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ രസം എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങളൊക്കെ അറിയിപ്പിക്കാൻ ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഒന്നും ഒരു കമൻ്റൊന്നും അയക്കാണ്ടിരിക്കരുത്, അഭിപ്രായങ്ങളൊക്കെ അറിയിപ്പിച്ചാലല്ലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ അറിയിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. ശരി, അപ്പം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി.